ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നലെയും ഇന്നും എന്നും എന്നേക്കും അനന്യനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. അദൃശ്യനായ ദൈവത്തെക്കുറിച്ച് നിങ്ങളുടെ ഹൃദയം അനിശ്ചിതത്വത്തിലാകുകയും നിങ്ങൾ ഉത്തരങ്ങൾക്കായി തിരികെയും ചെയ്യുന്ന വ്യക്തിയാകുന്നുവെങ്കിൽ ദൈവത്തോട് അടുത്തു വരുവാൻ ദൈവം താങ്കളെ ക്ഷണിക്കുന്നുവെന്ന് അറിയുക. യോഹന്നാൻ 4:22 യേശു ശമരിയ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. സത്യാരാധന ഒരു പാട്ട്, ഒരു സ്ഥലം, അല്ലെങ്കിൽ തലമുറയായി കൈമാറി വന്ന പാരമ്പര്യം എന്നിവയേക്കാൾ കൂടുതലാണ്. രക്ഷിക്കുന്ന ദൈവത്തെ അറിയുന്നതിൽ നിന്നാണ് ആരാധന ഉത്ഭവിക്കുന്നത്. ദൈവം പരിശുദ്ധനാണ്. പാപം മനുഷ്യനെ അവനിൽ നിന്ന് വേർതിരിക്കുന്നു. പുരാതന കാലം മുതൽ പുരോഹിതന്മാർ ജനങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിച്ചു. എന്നിട്ടും അവരും പാപികളായിരുന്നു. അവർക്ക് ക്ഷമ ആവശ്യമായിരുന്നു. ആ ബലികൾ ഒരു മികച്ച പുരോഹിതനിലേക്കും തികഞ്ഞ വഴിപാടിലേക്കും വിരൽ ചൂണ്ടുന്ന നെല്ലുകളായിരുന്നു. എബ്രായർ 4 യേശു ക്രിസ്തുവിനെ നമ്മുടെ മഹാപുരോഹിതനായി വെളിപ്പെടുത്തുന്നു. അവൻ നമ്മുടെ മനുഷ്യത്വം ഏറ്റെടുത്ത് നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ടു. എന്നിട്ടും പാപം ചെയ്തില്ല. വഴിപാട് അർപ്പിക്കേണ്ടവൻ കുരിശിൽ വഴിപാടായി മാറി നമുക്ക് ദൈവവുമായി അനുരഞ്ജനപ്പെടുവാൻ അവൻ ഒരിക്കലായി തന്നെ താനെ നൽകി. യോഹന്നാൻ 1-ാം അധ്യായത്തിൽ യേശുവിനെ കൈക്കൊണ്ടവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ പിതാവായ ദൈവം അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. യേശുവിന്റെ ജീവിതം, മരണം, പുനരുത്ഥാനം എന്നിവയുള്ള വിശ്വാസത്തിലൂടെ ദൈവം ഉള്ളിൽ പുതിയ ജീവൻ നൽകുകയും ദൈവികമായ ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നതിനാൽ നാം ആരാധിക്കുന്നവനെ യഥാർത്ഥമായി അറിയാനും അവൻ സൗജന്യമായി നൽകുന്ന രക്ഷ സ്വീകരിക്കുവാനും കഴിയും. നിങ്ങൾക്ക് രക്ഷ ആവശ്യമുണ്ടെന്ന് തോന്നുന്നുവെങ്കിൽ ഇന്ന് യേശുവിന്റെ അടുക്കൽ ഈ പ്രാർത്ഥന സ്വയം ഏറ്റുപറയുക. ദൈവമേ, ഞാനൊരു പാപിയാണ്, എന്നോട് ക്ഷമിക്കുവാൻ ഞാൻ എന്നെ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. എന്നെ അങ്ങയുടെ സ്വന്തം പൈതലാക്കി മാറ്റുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിനെ എൻ്റെ കർത്താവും രക്ഷകനുമായി ഞാൻ അംഗീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. താങ്കൾ ഈ പ്രാർത്ഥന ഏറ്റു ചൊല്ലിയെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലായി തീർന്നു. ആമേൻ.